ഹലോ ഫ്രണ്ട്സ്, ദേ ട്രെയിൻ പോകുന്ന കണ്ടോ? ഞങ്ങൾ റെയിൽവേ ക്രോസിനിടെ വായി നോക്കി നിൽപ്പുണ്ട്. ട്രെയിനെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നമുക്കൊരു വെയിറ്റില്ലേ, രാജാക്കന്മാർ വരുമ്പം പടന്മാർ മാറി നിൽക്കുന്ന പോലെ ട്രെയിൻ പോകുമ്പോൾ നമ്മളിങ്ങനെ വായി നോക്കി. പക്ഷെ നമുക്ക് ട്രെയിനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സ് വരത്തില്ലേ, ഇല്ലയോ? എന്നാലും അതൊക്കെ രസമാണ്. അങ്ങനെ ഇന്ന് അപ്പനെയും തള്ളയും പിള്ളയെല്ലാം കൂട്ടി ഞങ്ങൾ അഴീക്കൽ ബീച്ചിലോട്ടാണ് പോയത്. എൻ്റെ വഴക്കിന് പോയതാണ് കേട്ടോ. നമ്മൾ പത്തനംതിട്ടക്കാർക്ക് ബീച്ചിൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ ആലപ്പുഴ പോകണം, അല്ലെങ്കിൽ നമ്മൾ അഴീക്കൽ പോകണം. അല്ലാതെ നമുക്ക് പത്തനംതിട്ട കടൽ കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കൊച്ചിൻ്റെയും എൻ്റെയും വഴക്ക് പ്രമാണിച്ച് ഏവിച്ചാൽ ഞങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് പോകുന്നതാണ്. വഴിനീള കൊച്ചിൻ്റെ വായും ബഹളമൊക്കെ ഉണ്ട്, വെയിൽ കൊണ്ട് മുട്ട പറ്റി. എന്നാലും സാരമില്ല, ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അഴീക്കൽ കൊണ്ടുപോയിട്ട് ബീച്ചിലൊന്നും കൊണ്ടുപോകാതെ ഞങ്ങളെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പോയി കേട്ടോ. അപ്പോഴേ സംഭവം എനിക്ക് മനസ്സിലായി എവിടെയാണ് പോകുന്നതെന്ന്. ഞങ്ങളെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കുഞ്ചു അവിടെ കിടന്ന് വഴക്ക്, എനിക്ക് വെള്ളത്തിലിറങ്ങണേ എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ടു. എന്നാലും ഞങ്ങൾ അവളെ ഇറക്കാതെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ കയറിയപ്പം അവിടെ അവൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൊക്കെ വലിഞ്ഞ് കയറി അവളെ ഞാൻ ഉന്തിത്തള്ളി ആട്ടി വിട്ട്. പക്ഷെ പിള്ളേരൊക്കെ അധികം കുറവായിരുന്നു കേട്ടോ. നമുക്ക് കയറാൻ ആഗ്രഹമുണ്ടല്ലോ, നമ്മുടെ പ്രായവും നമ്മുടെ ആരോഗ്യവും നമ്മൾ അനുവദിക്കുന്നില്ലല്ലോ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ അഴീക്കലെ ലൈറ്റ് ഹൗസ്. വെളിയിൽ നിന്നും അകത്ത് നിന്നും മേലോട്ട് നോക്കി അന്തം വിട്ട് ഞാനും കൊച്ചും വായും തുറന്ന് നോക്കിയിരുന്നു. ഇതിൻ്റെ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് എന്നെ ശവക്കല്ലറയിലോട്ട് എടുത്തു വെക്കാം. പക്ഷേ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമില്ല, നമുക്കവിടെ ലിഫ്റ്റുണ്ട്. 5 പേരെ വെച്ചിട്ട് നമ്മളെ ആ ലിഫ്റ്റിൽ കയറ്റും കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് കയറി നടുവടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ ചെന്നതിന് ശേഷം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകിട്ടായി അവിടെ ചെന്നപ്പോഴത്തേക്ക്. ഞങ്ങൾ 2 വീലറിലല്ലേ പോയത്. എൻ്റെ അമ്മോ സ്വർഗ്ഗം. മുകളിൽ കയറി എന്തോ കാറ്റാണെന്നറിയാവോ. മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ വെള്ളമൊക്കെ പെരുക്കുവോ, താഴെ വീഴുവോ എന്നുള്ള പേടി. പക്ഷെ നല്ല സുഖം കേട്ടോ. അടിപൊളി കാറ്റൊക്കെയാണ് അവിടെ. കടലും കാറ്റും എല്ലാം കൂടെ അടിപൊളി ഫീലിങ്സാണ് നമുക്കവിടെ. ഒരു തലയാണയുടെ കിട്ടിയാലും സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ ഞാൻ പോത്തുപോലെ കിടന്നുറങ്ങും. എന്നാലും നമുക്കതൊക്കെ നമ്മളിങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. നമ്മുടെ പത്തനംതിട്ടയിൽ ഇങ്ങനെ ഒരു കടലില്ലല്ലോ. എന്തുകൊണ്ട് നമുക്കൊരു കടൽ വന്നില്ല പത്തനംതിട്ടയിൽ? നമ്മളിനി ഒരു കടൽ കാണണമെങ്കിൽ ഇത്രയും ദൂരം ഓടിച്ച് അഴീക്കൽ വരെ പോകണം. എന്നാൽ നല്ല രസമായിരുന്നു. എനിക്ക് എൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങണമെന്നേ ഇല്ല. കാരണം ഒത്തിരി പേരെ മുകളിൽ കയറ്റത്തില്ലല്ലോ. 5 പേരെ വെച്ചല്ലേ കയറ്റുന്നേ. എന്നാലും പിന്നെ വെച്ചാൽ പിടിച്ചും പറിച്ചും പോകാമെന്ന് പറഞ്ഞ് ഇറക്കി. കണ്ടോ ഒരു പരുന്ത് പോകുന്ന കണ്ടോ? നമ്മളെപ്പോഴും ആകാശത്ത് നോക്കുമ്പോൾ പരുന്ത് നമ്മുടെ മണ്ടയ്ക്കല്ലേ. ഇപ്പം തന്നെ പരുന്തിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ കുറച്ച് അഹങ്കാരം എനിക്കുണ്ട്. ബീച്ചിലിറങ്ങിയെങ്കിലും കുഞ്ചുവിനെ ഞങ്ങളങ്ങനെ ഇറക്കിയില്ല. ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ ഷൂവിൻ്റെ ഇടയ്ക്കൊക്കെ മണ്ണായി കഴിഞ്ഞാൽ വലിയ പണിയാണ്. പിന്നെ അത് കഴുകണം എടുക്കണം, എവിടെ വെള്ളം ഇരിക്കുന്നത്. ആദ്യം ഞങ്ങൾ കരഞ്ഞും പിടിച്ചും ഒക്കെ എടുത്തെങ്കിൽ പിടിച്ച് പറിച്ച് ഞങ്ങൾ വണ്ടിയെ കയറ്റി ഞങ്ങൾ ടാറ്റ ബൈ കടലിനോട് പറഞ്ഞ് വീണ്ടും വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും പന്തളത്തോട്ട് പോയി. അപ്പം ഇങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വൈകുന്നേരം ഇങ്ങനെയൊക്കെയാണ് പോയത്. നമുക്കൊരു രസമൊക്കെ വേണ്ടേ?